അസ്സലാമു അലൈക്കും. ഇത് സനുവിന് വേണ്ടിയുള്ള വീഡിയോയാണ്. സനു ഇന്നലെ ലൈവിൽ പറയുന്ന കേട്ട് എനിക്ക് താലി മേടിക്കണം, കല്യാണ ഡ്രസ്സ് എടുക്കണം, പിന്നെ 25,000 രൂപ വീട്ടിന് അഡ്വാൻസ് കൊടുക്കണം, പിന്നെ 15-ാം തീയതിക്കകം ഒരു ഓട്ടോ മേടിക്കണമെന്ന്. സനുവിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിക്കുമ്പം ഒരു പെണ്ണിനെ കെട്ടിക്കുമ്പം ചെറുക്കൻ്റെ വീട്ടുകാരാണ് കല്യാണ ഡ്രസ്സ് താലിയൊക്കെ കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ ഇതിൽ തലേന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ടു തരും, കല്യാണത്തിൻ്റെ അന്ന് ഉടുക്കാനുള്ള ഡ്രസ്സ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക എല്ലാം സനു മേടിക്കണമെന്ന് പറയുന്നത്. അന്നേരം അനൂപേട്ടൻ ഇതിനകത്തൊരു റോളും ഇല്ലേ? അനൂപേട്ടന് റോളുള്ളത് നിന്നെ കെട്ടണമെന്നുള്ള റോള് മാത്രമേ ആയിരിക്കില്ലേ? അനൂപേട്ടൻ 40-40 വയസ്സ് വരെ കല്യാണം കഴിക്കാതിരുന്നെന്ന് പറയുന്നല്ലോ. ആ അനൂപേട്ടൻ്റെ കയ്യിൽ സേവിങ് കാണുമല്ലോ. അതിൽ നിന്നാണ് നല്ല നട്ടലുള്ള ഒരാണെന്ന് പറയുന്ന അനൂപേട്ടനാണെങ്കിൽ അതിൽ നിന്ന് വേണം ഒരു താലി മേടിക്കാൻ, ഒരു ഡ്രസ്സ് എടുത്തും കൊണ്ട് കൊടുക്കാൻ. പിന്നെ അവളെ കൊച്ചിൻ്റെ കാര്യമൊന്നും നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ അവളാ ചെയ്യണ്ടേ. പക്ഷേ അതാണ് ചേട്ടനാ ചെയ്യേണ്ടത്. പക്ഷേ അവൾ വന്നിരുന്ന് ഇത്രയൊക്കെ ലൈവിൽ പറയുമ്പം ചേട്ടൻ്റെ വില തന്നെ പോയ അനൂപേട്ടനൊന്ന് ചിന്തിച്ച് നോക്കി. ആ ലൈവ് കാണുന്നവർക്കും നല്ല ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ചേട്ടന് നട്ടല്ലില്ലെന്ന്. ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയാവാൻ പോകുന്ന സനു ഇത് വന്നിരുന്ന് പറയത്തില്ല. അല്ലെങ്കിൽ ചേട്ടന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് പറയല്ലേ എന്ന്. അവൾ ആട്ടം എടുത്തു തരണം, താലി മേടിക്കണം, പിന്നെ വരുന്നവർക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ താലി മേടിക്കണം, പിന്നെ ഡ്രസ്സ് എടുക്കണം. ഇതൊക്കെ എവിടുത്തെ ന്യായങ്ങളാണ്? അന്നേരം ചേട്ടൻ ഒരു താലി കെട്ടാൻ ഒരു മരക്കഴുത എന്നുള്ള രീതിയെ അവൾ കണ്ടിട്ടുള്ളു. മനസ്സിലായോ? ആളുകളും വിചാരിക്കും ഇവള് ലൈവ് ചെയ്യുമ്പോൾ ഇത് പറയുമ്പോൾ വിചാരിക്കും ഇവൻ മരക്കഴുതയാണ്, ഇവന് പെണ്ണ് കെട്ടാൻ മാത്രം വന്നയാണോ എന്ന് ചോദിക്കും അല്ലേ? സനുവിന് നാണമില്ലേ സനു ഇതൊക്കെ വന്നിരുന്നു പറയാൻ? പിന്നെ ലതയെന്ന് പറയുന്നൊരു ചേച്ചിയെ ചുന്തും വേണ്ടി ചീത്ത വിളിച്ചു നീ ലതയെന്ന് പറയുന്ന ചേച്ചി അതാ പിന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ അന്തസ്സുള്ളൊരു സ്ത്രീയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവനിക്ക് അത് ഇട്ട് കൊടുത്തെങ്കിൽ നിൻ്റെ വിശേഷങ്ങളുടെ കാര്യങ്ങളെ അവരിട്ട് കൊടുത്തിട്ടുള്ളൂ. നീ എന്താ ഒരു തെറ്റും ചെയ്യാത്തയാണോ? നീ പുണ്യാവളത്തിയൊന്നും അല്ലല്ലോ. ആണോ? പുണ്യം ചെയ്തൊരു വ്യക്തിയല്ലല്ലോ നീ. അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരു കുഞ്ഞുമായിട്ട് ജീവിച്ച് അയാൾ പോയി ഞാൻ ഇത്രയും നാൾ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. നീ രണ്ടാമത് ശിവയെ കിട്ടി, മൂന്നാമത് സവാൻ്റെ കൂടെ പോയി, അങ്ങനെ ഒരേ കാര്യങ്ങൾ, പിന്നെ കട്ടിൽ വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന്. അന്നേരം അത് ചേച്ചി ഒരു കമൻറ്റ് എഴുതിയിട്ട് ഓർത്തിട്ട് വേണം നിന്നെ കല്യാണം കഴിക്കാനെന്നാണ്. അത് കൊണ്ടുവന്ന് ലൈവിൽ വെച്ച് നീ ഉടുത്തു വരേണ്ട കാര്യമൊന്നും ഇല്ല സനുവേ. ലൈവ് ചെയ്തിട്ട് കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങുമ്പോഴേ ഈ കാണൽ ഇവളല്ലേ ഈ ലൈവ് ചെയ്തത്. ഇവനെയും കൊണ്ട് നടക്കുമ്പോൾ ഈ അനൂപ് എന്ന് പറയുന്ന ആളിനെയും കൊണ്ട് നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇവക്കൊരു മാപ്പിളയെ വേണമായിരുന്നു, അതിനു വേണ്ടി ഇവളെല്ലാം കൊടുത്തൊരു മാപ്പിളയെ എടുത്ത്. അങ്ങനെ എല്ലാവരും കരുതത്തോളൂ. ഒരു പെണ്ണ് സ്നേഹിക്കുന്ന ഒരുത്തൻ അവളെ പോറ്റാൻ കഴിവുണ്ടെങ്കിൽ ഈ പെണ്ണ് വന്നിരുന്ന് ഇത് കണക്കൊന്നും പറയത്തില്ല അനൂപ് എന്ന് പറയുന്ന വ്യക്തിയോടാണ് ഞാൻ പറയുന്നത്. ചേട്ടന് പോറ്റാൻ കഴിവുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഈ വ്യക്തി മഞ്ഞച്ചരട് കെട്ടിയെന്ന് പറഞ്ഞല്ലോ, ഈ വ്യക്തിയെ ഇങ്ങനെ വന്നിരുന്നതൊന്നും ചേട്ടനെ വിൽക്കത്തില്ല. അപ്പം ഇത് ചേട്ടനെ വിൽക്കുക കാശുണ്ടാക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് ആട്ടോ എടുക്കണം, വീട്ടിൻ്റെ അഡ്വാൻസ് കൊടുക്കണം, കൊച്ചിൻ്റെ പഠിത്തത്തിനുള്ള ബുക്കിൻ്റെ പൈസ അടയ്ക്കണം, താലി മേടിക്കണം, ഫുഡ് കൊടുക്കണം. അന്നേരം ആരെങ്കിലും കൊടുക്കുമായിരിക്കും. അതുകൊണ്ട് അന്നേരം ഈ കല്യാണത്തിന് വരുന്നവർ കൊടുത്തവർ മനസ്സുകൊണ്ട് ചിന്തിക്കും ഞങ്ങൾ കൊടുത്തിട്ട ഇവൻ വന്ന് ഞെളിഞ്ഞിരുന്നിട്ട് ഇവിടെ കഴുത്തി താലി കിട്ടുന്നതെന്ന്. ചേട്ടൻ്റെ അന്തസ്സ് പോയി. അല്ലെങ്കിൽ ആ തോർത്തെടുത്ത് ലോഡ് ചെയ്യുന്ന വരുമ്പോൾ ഇവള് ലൈവ് കാണിച്ചപ്പോഴേ ആ ചേട്ടൻ്റെ അന്തസ്സ് പോയി. പിന്നെ ചേട്ടന് നാണവും മാനവും ഇല്ലാത്ത ആളാന്ന് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ സനുവിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയുക. നമ്മൾ ഒരാളെ നിന്ന് കടം മേടിക്കുന്നത് എല്ലാവരും മേടിക്കും, എത്ര പണമുള്ളവനായാലും അന്നേരം ചിലപ്പോൾ ഒരു ആവശ്യത്തിൻ്റെ ഒരു മരുന്നിൻ്റെ വില കാണത്തില്ല. ആ എത്ര ഉണ്ടാക്കി വെച്ചവൻ്റെ ആ കാശ് കോടികൾ, അന്നേരം അവൻ വേറൊരാളോട് കടം മേടിക്കും. അതവനിക്ക് കൊടുക്കാൻ നട്ടല്ലുണ്ടായതുകൊണ്ട് ഒരാളെ നിന്ന് കടം മേടിക്കുന്ന. നീ പറയുന്ന അവർ കടം മേടിക്കുന്നെന്ന്. അവരുടെ ഇഷ്ടം, അവർ മേടിക്കുന്നവർക്ക് അവരല്ലേ കൊടുക്കുന്നത്, നീ അല്ലല്ലോ കൊടുക്കുന്നത്.
ഇതൊക്കെ വന്നിരുന്ന് പറയാൻ നിനക്ക് നാണമില്ലേ ഈ സ്ത്രീയെ? നീ എത്ര പേര് കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്? നീ കൊടുക്കാതിരുന്നിട്ടുണ്ട്. നീ കഴിഞ്ഞ ആഴ്ച അന്ന് ലൈവിൽ പറഞ്ഞു സുനിത കാസിക്ക് നിനക്ക് കാശ് തന്നിട്ടുണ്ട്. ഈ ജൂൺ 30 കൊടുത്തിട്ട് ഞാൻ ആ വോയിസുകൾ പുറത്തിടുമെന്നാണ് പറഞ്ഞത്. ഈ തൻ്റെ ഇടമുള്ളതാണ് അങ്ങനെ. അതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കും, അത് ചെയ്യണേ. അല്ലാതെ ഫിജോ കടം മേടിക്കുന്നത്, തനൂജ കടം മേടിക്കുന്നത്, ആളുകളെ പറ്റിക്കുന്നത്, ഇതൊക്കെ പറയുന്ന നീയല്ലേ ഇപ്പോൾ വന്നിരുന്ന് തെണ്ടുന്നത്. ഓട്ടോ വേണം, താലി വേണം, ഉടുപ്പ് വേണം, പിന്നെ ആളുകൾക്ക് ഫുഡ് കൊടുക്കണം, മോളുടെ ഫീസിന് ബുക്കിന് പൈസ അടിക്കുന്നത് നീയല്ലേ വന്നിരുന്ന് ലൈവിൽ പറയുന്നത്. അതൊരു തെണ്ടലല്ലേ? അതൊന്ന് നീ ചിന്തിച്ചു നോക്കേ സനു. അയ്യേ, എന്നിട്ട് അവരെ പറയാൻ നാണമില്ലാത്തൊരു സ്ത്രീ നീ. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക.